നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഈ സമയത്ത് വരികയാണ്. നമ്മൾ കാത്തിരുന്ന, നമുക്ക് ലഭിക്കാതെ പോയ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മാർച്ച് മാസം 16-ാം തീയതി, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. മാർച്ച് മാസം 13-ാം തീയതിയാണ് പദ്ധതിയുടെ വിതരണം നടത്തിയത്. പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് കേരളത്തിലെ പല ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. SBI, ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ വിവിധ ബാങ്കുകളിലേക്ക് ആനുകൂല്യം ക്രെഡിറ്റ് ആയിരുന്നില്ല. ഒരുപാട് കർഷകർ അവരുടെ ആ ഒരു സംശയം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് നമ്മളുടെ സംസ്ഥാനത്തെ ചില കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂരിഭാഗം കർഷകർക്കും ആനുകൂല്യം ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആനുകൂല്യം കൈമാറുന്നതിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. അടുത്ത വർക്കിംഗ് ഡേ മുതൽ ആനുകൂല്യം വിതരണം ചെയ്യുമെന്ന ഒരറിയിപ്പാണ് അന്ന് ഉദ്യോഗസ്ഥർ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. അതിനുശേഷം ഇന്ന് തിങ്കളാഴ്ച ഏകദേശം ഉച്ചവരെ ഒരുപാട് കർഷകർ നമ്മളുടെ കമൻറ്റ് ബോക്സുകളിൽ ആനുകൂല്യം വന്നിട്ടില്ല, നിലവിൽ ഈ പദ്ധതി നിർത്തുകയാണോ, അതോടൊപ്പം തന്നെ ഒരുപാട് അവരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമാണോ സഹായം മുടങ്ങിയത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ പരിഹാരമായിട്ടാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, മറ്റ് ഒട്ടനവധി ബാങ്കുകളിലേക്ക് തുക ഇപ്പോൾ ക്രെഡിറ്റ് ആയി തുടങ്ങിയിരിക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കുമെല്ലാം പ്രധാനമന്ത്രിയുടെ 2000 രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നിലവിൽ ഈ പദ്ധതി സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. 22 ഇൻസ്റ്റാൾമെൻറ്റിലൂടെ 44,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ആകുന്നത്. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റും ഒരു മുടക്കവും കൂടാതെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ്, സാങ്കേതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ആവുന്ന സാഹചര്യം. ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ പരിഹരിച്ച് ഇപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് 27 ലക്ഷം മലയാളി കുടുംബങ്ങളിലേക്കാണ് നമ്മുടെ കേരളത്തിൽ ഈ സഹായം എത്തിച്ചേരുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് KYC, ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്ക് ആനുകൂല്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കാതെ പോയ ചില കർഷകരുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടും അവർക്ക് 2 ഇൻസ്റ്റാൾമെൻറ്റുകൾ ഒരുമിച്ച് ക്രെഡിറ്റ് ആകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. 2000 വീതം 2 ഗഡുക്കൾ ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ബാക്കി തുക കൂടി ക്രെഡിറ്റ് ആകുന്നതാണ്. ഇങ്ങനെ മുടക്കം വരുന്ന തുക നിലവിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്താണ് കേന്ദ്ര സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ 16-ാം തീയതി ഇന്ന് തുക ലഭിച്ചവർ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി അതൊരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കുന്നതിന്, SMS എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന്, ബാങ്ക് ബാലൻസ് കൃത്യമായിട്ടൊക്കെ ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്നതിനൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരിലേക്കും എത്രയും വേഗം അറിയിപ്പ് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.